ഈ കണ്ണ്, അതിനെ കൊണ്ട് അള്ളാഹു സംസാരിപ്പിക്കും. നീ കണ്ട ഹറാമുകൾ എണ്ണി എണ്ണി അത് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ വഞ്ചിതനാകാൻ പാടില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുകയാണ്. അതിനാൽ ഇതുപോലുള്ള പരീക്ഷണങ്ങളിൽ അഥവാ മോശമായ പല കാര്യങ്ങളും കാണുന്നതിൽ പെട്ടുപോയവനെ നീ മനസ്സിലാക്കണം, അള്ളാഹു നിന്നെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. അള്ളാഹു ഇതാ നിന്നെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം. എങ്ങനെയാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ ധിക്കരിക്കാൻ സാധിക്കുക? അവൻ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധമുള്ളവന് എങ്ങനെയാണ് ഇരുട്ടിലും വെളിച്ചത്തിലും ഏതവസ്ഥയിലും അവൻ നിന്നെ കാണുന്നുണ്ട്? അള്ളാഹു പറഞ്ഞില്ലേ, യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടവും അതുപോലെ തന്നെ ഹൃദയത്തിന്റെ തട്ടുകളിൽ ഒളിപ്പിച്ചു വെച്ചതും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പറയാൻ പാടില്ല ഞാൻ ഒറ്റക്കാണ് എന്ന്. അല്ലേ ഒരു കവി പറഞ്ഞതുപോലെ, ഇദാ ഖലൗത ദഹ്റൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. ഒറ്റക്കായി കഴിഞ്ഞാൽ നീ പറയാൻ പാടില്ല ഞാൻ ഒറ്റക്കാണ് എന്ന്, മറിച്ച് നീ പറയേണ്ടത് ഇതാ എനിക്ക് മുകളിൽ എന്നെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു ഉണ്ട് എന്ന് നീ പറയണം. സ്വന്തത്തെ ഓർമ്മിപ്പിക്കണമെന്ന് ഒരു കവി പറഞ്ഞതായി നമുക്ക് കാണാം.